ഇന്നലെ ഇന്നുമായിട്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടാവും. പാവപ്പെട്ട ഒരു മദ്രസ അധ്യാപകനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതും കുട്ടി അടിച്ചു എന്ന പേരിൽ ഒരു ഡാഷ് പറയുന്നില്ല അടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് ബുദ്ധി ನೀವು ಅವರು ಉಸ್ತಾದ್ ಗಾಡಿಗೆ ಅಲ್ಲ ಎಂದ್ರೆ ಆಚೆ ಕಂಪ್ಲೇಂಟ್ ಹಾಕಲ್ಲ ಬೇಕು ಆಚೆ ಕಾಲ್ ಮಾಡ್ತೀನಿ ನಾ ಬಸ್ ಹಾಕೊಂಡ್ಬಿಡಲ್ಲ ಪಾರ್ಟಿಕಲ್ಲೇ ಹೋಗ್ತುವೆ ನಾನು ಜೈಲು ತೆಚ್ಚಿನ ಜೈ ತೆಚ್ಚವನು പിന്നെ ജബർദസ്തന്നെ നാമത്തെ കമ്മിറ്റി ನಾನು ദാ വീടുണ്ടല്ലേ കമ്മിറ്റി ಕಂಪ್ಲೇಂಟ್ ಆಗಲ್ಲ ಕಮಿಟಿ ಬಾಬಾ ಬಚ್ಚಿದಿಡುವೆ நீங்க எங்க நடிக்கிற மாதிரி முன்ன நான் ஃப்ரெண்ட் கட்டேன் ஒரட்டி இல்ல நீ பேசுறது லைவ் ஆக்கிடுவே லைவ் ஆக்கிடுவே நிக்கோ பாவா ஒரு கால் கெத்தரட்டி அடிக்கிறார் நீங்க അടിച്ചവനെ തിരിച്ചടിക്കണമെന്നും സമാധാന മതമായി ഇസ്ലാമിലുണ്ടെന്ന് പറയുന്നില്ല. ചില അവസരങ്ങളിൽ ഉസ്താദ് ഈ വീഡിയോ കണ്ടിട്ട് രോമണിച്ചു പോയ കുറേ ഉസ്താദുമാരുണ്ട് ഇവിടെ. ഇവനൊന്നും ആ പള്ളിയുടെ സ്റ്റെപ്പ് ഇറങ്ങി പോകാനുള്ള അവകാശം പോലും ഇല്ല. തിരിച്ചു കൊടുക്കണം തല്ലി. ഉസ്താദ് അങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു മദ്രസാധ്യാപകനെ ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കാൻ എന്താണ് ചോദിക്കാനും പിടിക്കാനും ആ നാട്ടിൽ യുവാക്കളൊന്നും ഇല്ലേ? ചോരത്തളപ്പുള്ള ഒരു മോനും ഇല്ലേ? നിയമം കൈകാര്യം ചെയ്യാൻ ആരാവന്? ഓനാരാ? വല്ലാത്ത സംഭവമാണല്ലോ. ഈ വീഡിയോ കണ്ടിട്ട് ഹാലളകുന്ന കുറച്ചുണ്ടാവും. ഉസ്താദുമാരോട് പറയാനുള്ളത്, ഒന്ന് കളരിയും കളരിപ്പയറ്റും ഒന്ന് കരാട്ടയും എല്ലാം ഒന്ന് നോക്കുന്നത് നല്ലതാണ്. ആവശ്യത്തിനത് ഉപയോഗിക്കണമെന്നാണ് എൻ്റെ നിലപാടും. ഞാനത് കൃത്യമായിട്ട് നാമുമായി ബന്ധപ്പെട്ട ഉസ്താദുമാരോടും പറയാറുണ്ടായി. ഒരു ഉസ്താദ് എന്തിനായിരിക്കും പ്രിയപ്പെട്ടവരെ ഒരു കുട്ടി അടിക്കുന്നത്? എന്ത് വൈരാഗ്യത്തിൻ്റെ പേരിലാണ്? കുട്ടി പണം തരാതിൻ്റെ പേരിലാണോ? അവൻ്റെ അടുത്തുനിന്ന് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ അടിച്ചിരിക്കും. അത് അമിതമായിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനുണ്ട്, ജനാധിപത്യ രാജ്യമാണ്, കോടതിയുണ്ട്. പോരട്ടെ, ആടെ ഒരു മഹല്ല് കമ്മിറ്റി ഇല്ലേ, ഇത് നോക്കി വെക്കാൻ അവരുള്ളത്. ആദ്യം പരാതിപ്പെടേണ്ടത് എവിടെയാണ്? പിന്നെ കൂടുതലുള്ള ഉസ്താദുമാരൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. ചിലപ്പോൾ ജോലി പോകുമെന്നൊക്കെ കരുതിയിട്ട്, അല്ലെങ്കിൽ അത് ആ നാട്ടിലെ തന്നെ വലിയ ഹിമാറായിട്ടുണ്ടാവും, എന്നെ തൊട്ടാൽ എന്താവും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കും ചില ഉസ്താദുമാർ പ്രതികരിക്കാത്തത്. ആണത്തുള്ള ഏതെങ്കിലും ഒരു ഉസ്താദ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഓനെ പിടിച്ച് പുറത്തിടാൻ അവിടെ കഴിയുമായിരുന്നു. ഇനിയെങ്കിലും ദയവ് ചെയ്ത് ഒരു അപേക്ഷയാണ്, കൈകൂപ്പിക്കൊണ്ടാണ് പറയുന്നത്, ആ നാട്ടിലെ ചോരത്തളപ്പുള്ള ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ അള്ളാഹു എനിക്ക് കൊടുക്കും. അതിനു മുമ്പ് ഓനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടോ അല്ലെങ്കിൽ ഇതിന് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ആ മഹല്ല് കമ്മിറ്റിക്ക് കഴിയണം. ഇനി ഉസ്താദിന്റെ ഭാഗത്ത് ഏറ്റവും കൂടുതൽ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉസ്താദിനെതിരെ നിയമ നടപടിക്ക് പോയിക്കോളൂ. അതല്ല ഇവിടെ പ്രശ്നം. പരസ്യമായിട്ട് അങ്ങനെ ആക്രമിക്കാനുള്ള എന്ത് അവകാശമാണുള്ളത്? എന്താണിത്? പള്ളി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ചോദിക്കട്ടെ, എന്റെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, നിങ്ങളെ മക്കളെ എന്ത് വൈരാഗ്യത്തിന്റെ പേരിലാണ് ഉസ്താദ് അടിക്കുന്നത്? നന്മ ഉദ്ദേശിച്ച എല്ലാ ഉസ്താദും അടിക്കുമോ? അങ്ങനെ അമിതമായിട്ടുണ്ടെങ്കിൽ ഇവിടെ അതിനുള്ള പരിഹാരം കാണാനുള്ള മാർഗങ്ങളില്ലേ? ഉണ്ടോ? ഇല്ലേ? എല്ലാ പരിഹാര മാർഗങ്ങളും ഉണ്ടായിട്ട് പോലും അവൻ പള്ളിയുടെ അകത്ത് കയറി ആ ഉസ്താദിനെ നിഷ്ഠൂരമായിട്ട് ഇങ്ങനെ അടിക്കാൻ അവൻ്റെ കൈ പൊങ്ങിയിട്ടുണ്ടെങ്കിൽ ആ നാട്ടിൽ ആണായിട്ട് ഒരാളില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരോടാണ്, ഇങ്ങനൊരു അടിമപ്പണി ചെയ്യണമെന്ന് ഒരു ഇസ്ലാമും മുത്തുനബിയെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല. ഖിദ്മത്ത്, ദീനി ദഅവത്ത് എന്ന് പറഞ്ഞാൽ അത് സുതാര്യമായിട്ട് ആരെയും പേടിക്കാതെ എന്തിനേയും ഭയപ്പാടാതെ നമുക്ക് ചെയ്യാൻ പറ്റണം. അതിന് കൃത്യമായിട്ടൊരു തൊഴിൽ, ഇത് മദ്രസ പഠിപ്പിക്കുക, പള്ളി പഠിപ്പിക്കുക, പള്ളിയിൽ ജോലി ചെയ്യുക എന്നുള്ളത് ഒരു ജോലിയായി കാണാതെ ഒരു ഖിദ്മത്തായിട്ട് കാണാൻ നമ്മൾ പഠിക്കണം. ഇനി വരുന്ന തലമുറയിലുള്ള പ്രിയപ്പെട്ട ഉസ്താദുമാരോടാണ് പറയുന്നത്,
വരുമാനം കണ്ടെത്താനുള്ള മാർഗങ്ങൾ ഒരു ഭാഗത്ത് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. എന്ത് ബിസിനസ്സും ചെയ്യാലോ. എന്നെ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് എന്ത് ബിസിനസ് ചെയ്യണമെന്നുള്ള കൃത്യമായിട്ടുള്ള റൂട്ടും അതിനുള്ള വീഡിയോവും എല്ലാം ഞാൻ ചെയ്തു തരും ഫ്രീ ആയിട്ട് എൻ്റെ ഉസ്താദുമാർക്ക്. ദയവ് ചെയ്ത് ഇങ്ങനെ ഒരു അടിമപ്പണിക്ക് നമ്മൾ ആരും നിൽക്കരുത്, ഒരു ഉസ്താദുമാരും നിൽക്കരുത്. ആണത്തത്തോടെ അഭിമാനത്തോടെ നമുക്ക് നല്ലൊരു ജോലിയും അതോടൊപ്പം നിങ്ങൾ ഈ ദീനിൻ്റെ വക്താക്കളായതുകൊണ്ട് ബാക്കിയുള്ള സമയം ഒരു ഖിദ്മയായിട്ട് ജോലി ചെയ്യാനും നമ്മൾ തയ്യാറാക്കണം. ഇനിയുള്ള ഒരു കാലം അങ്ങനെയാണ്. പിന്നെ മറ്റൊന്ന്, അടിക്കുക എന്നുള്ളത് അത് പാടില്ല എന്ന് കോടതി പോലും പറഞ്ഞ ഈ സമയത്ത് എൻ്റെ ഉസ്താദുമാരെ, എന്ത് വന്നാലും ഉമ്മക്കുപ്പൊക്കെ ആവശ്യമില്ലാത്തത് നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക. ഇല്ലേ, ഒരു കുട്ടി അക്രമാസക്തമാണ്, സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, മഹല്ല് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അവർ രക്ഷിതാക്കളെ വിളിച്ച് പറ്റുമെങ്കിൽ പഠിപ്പിക്കുക. ഇല്ലെങ്കിൽ ഇനി അത് സ്വാധീനമുള്ള ആളുകളാണ്, മഹല്ല് കമ്മിറ്റിയിൽ പ്രതികരിക്കുന്നില്ലേ, നിങ്ങൾ അവിടെ നിന്ന് രാജിവെച്ചിട്ട് നിങ്ങൾ പോയിക്കോളൂ. ഒരു കുട്ടിയും തൊടണ്ട. അങ്ങനെ ഒരു ദീനി ദാവത്ത് നമുക്ക് വേണ്ട, മാതാപിതാക്കൾക്ക് വേണ്ടാത്ത, അവർക്ക് ഇഷ്ടപ്പെടാത്ത, അല്ല അവർ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് 90 ഒരു 50% രക്ഷിതാക്കളും ദീനിന്റെ ബഹുമാനം മനസ്സിലാക്കി, അള്ളാഹുവിന്റെ ദീനാണെന്ന് മനസ്സിലാക്കി ഇവിടെ മദ്രസ പഠിപ്പിക്കാൻ മക്കളെ അയക്കുന്നില്ല. അഭിമാന പ്രശ്നത്തിന്റെ പേരിൽ ബാക്കിയുള്ള മക്കൾ പോകുമ്പോൾ എന്തെങ്കിലും മറ്റുള്ളവർ പറയോ എന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രം മദ്രസയിൽ അയക്കുന്ന 50% രക്ഷിതാക്കൾ ഇന്നുണ്ട്. അവർക്ക് ദീനുമല്ല ദുന്യാവാണ് അവർക്ക് വലുത്. അവരുടെ മക്കളെ പഠിപ്പിക്കണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ല. പിന്നെ എന്തിനാണ് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടിട്ട് അടി വാങ്ങേണ്ട ആവശ്യം? അതുകൊണ്ട് ധീരമായിട്ട് നിലപാടെടുക്കാൻ പറ്റണം. ഉസ്താദുമാർ എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ, ബിസിനസ്സിൻ്റെ മാതൃകകൾ ഇഷ്ടം പോലെ ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും, നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായിട്ട് ശക്തമായിട്ട് ഉണരാൻ എൻ്റെ പ്രിയപ്പെട്ട മദ്രസ മുഅല്ലിമീങ്ങൾ ഉസ്താദുമാരും തയ്യാറാകണം. പിന്നെ ഇങ്ങനത്തെ ചാവേറുകളെ വേണ്ടെടുത്ത് വെച്ച് കൈകാര്യം ചെയ്യാൻ ആ നാട്ടുകാർ തയ്യാറാകണം. ഇല്ലെങ്കിൽ കൈകാര്യം ചെയ്യാൻ ഒരു സമൂഹം ഇവിടെ ഉണ്ടാകും. അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള ശിക്ഷ ആ കുടുംബത്തിന് ദുനിയാവിൽ നിന്ന് തന്നെ കാണുന്നൊരവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ശാപവാക്കൊന്നുമില്ല. നമ്മൾ എത്ര ആളുകളെ കണ്ടു. എൻ്റെ കാലത്ത്, ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ ഉസ്താദുമാർക്കെതിരെ വാളോങ്ങിയ, ഇൽമിനെ ബഹുമാനിച്ചുകൊണ്ടെങ്കിലും നിങ്ങൾ നിയമ നടപടിക്ക് പോയിക്കോളൂ. അടിക്കാൻ പോകുന്നതില്ല. ഇൽമിനെ ബഹുമാനിക്കണ്ടേ? ഓനെ ബഹുമാനിക്കണ്ട, ആ ശരീരത്തെ ബഹുമാനിക്കണ്ട, ആ താടിയെ ബഹുമാനിക്കണ്ട. ഓൻ ഇൽമ പഠിപ്പിക്കുന്ന ഒരു ആലിമാണെങ്കിൽ, ഒരു അധ്യാപകനാണെങ്കിൽ ആ ബഹുമാനം കൊടുത്തില്ലെങ്കിൽ പുഴുത്ത് ചാവുന്നൊരവസ്ഥ എത്ര നമ്മൾ കണ്ടു. അള്ളാഹു സലാമത്തിലാക്കട്ടെ. മറ്റൊന്നും പറയാനില്ല. അസ്സലാമു അലൈക്കും.